നല്ല അയലമുളകിട്ട് ഉണ്ടാക്കിയാലോ. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. പകുതി ഉള്ളി, 2 തക്കാളി, വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് കുറച്ചധികം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്തൊക്കെ ഒന്ന് മുങ്ങാൻ പാകത്തിൽ പുളിവെള്ളം ചേർക്കണേ. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഒന്നുകൂടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞാൽ അധികം ഒന്നും ഇളക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ തിളക്കണ നേരം കൊണ്ട് നമുക്ക് തൊടിയിൽ പോയിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല പറിച്ചു കൊണ്ടുവരാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണയിൽ ഉലുവ, ചെറിയുള്ളി, വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളറാണ് സമയത്ത് ഇതൊന്ന് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല എരിയും പുളിയുള്ള അയലക്കറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കല്ലേ.